ഹായ് ഓൾ. അപ്പോൾ മുടി വെട്ടാൻ പോകുന്നതിന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇട്ടിരിക്കുന്ന കോട്ടിനെ കുറിച്ച് കുറച്ചൊന്ന് പൊക്കി പറഞ്ഞോട്ടെ. ഇത് മേടിച്ചിട്ട് ഒരു 3-4 വർഷമായി കാണും. ജീൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്തിരിക്കുന്നത് ഒരു സാധാ ബ്ലാക്ക് കാമസോൾ ആണ്. അതിനെ കുറച്ച് ഡിഫറെൻ്റ് ആക്കുന്നത് ഈ ഒരു കോട്ടാണ്. ഈ ഒരു ട്വൈൻ വെച്ചിട്ട് നമുക്കിത് ഇഷ്ടമുള്ള പോലെ കെട്ടാം. കുറച്ച് ടൈറ്റായിട്ടോ ലൂസായിട്ടോ, ഇനി അഥവാ അഴിച്ച് അങ്ങനെ പറക്കാൻ വിടണമെങ്കിൽ അങ്ങനെയും വിടാം. സാധനത്തിൻ്റെ ലിങ്ക് ഞാൻ യൂട്യൂബ് ഷോർട്സിൽ അഫിലിയേറ്റ് ആയിട്ട് കൊടുത്തേക്കാം. ഞാൻ റെഡി ആവാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. ഞാൻ വിയർത്ത് തുടങ്ങിയിരിക്കുന്നു. ബ്ലാക്ക് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു കുർത്തയുടെ കൂടെ, എസ്പെഷ്യലി അനാർക്കലി കുർത്തയൊക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ ഇതിട്ടാൽ. ഞാൻ അങ്ങനെയും ഇത് പെയർ ചെയ്ത് ഇടാറുണ്ട്. അപ്പം നമ്മൾ ഇന്ന് 3 കാര്യങ്ങൾക്കായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഒന്ന് എൻ്റെ ഹെയർ കട്ട്, രണ്ടാമത് ആലൻ്റെ ഹെയർ കളർ ചെയ്യണം, പിന്നെ കാന്താരയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇറങ്ങിയപ്പോൾ ദേ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അതിനകത്ത് കീ ഇരിപ്പുണ്ടായിരുന്നു. എന്താ പറ്റിയെന്ന് അറിയത്തില്ല. മിക്കവാറും ബാറ്ററി ഡൗൺ ആയി പോയതായിരിക്കും. നമ്മുടെ രക്ഷകൻ ലിജോയും കൂടെ നമ്മുടെ കൂടെ വരുന്നുണ്ട്. അവനോട് പിന്നെ കാർ എടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. നമ്മൾ അവൻ്റെ വണ്ടിയിൽ പോകാമെന്ന് തീരുമാനിച്ചു. 6:30 ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇറങ്ങിയപ്പോൾ 7 മണിയായി. എൻ്റെ ഒരു ഫ്രണ്ട് അനു പറഞ്ഞിട്ട് ലൈറയിലേക്കാണ് ആദ്യം പോയത്. പക്ഷെ അവിടെ പ്രീ ബുക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. ഇറങ്ങിയപ്പോൾ ദേ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ അഷ്ടമുടി. അവിടെ പോയി കാര്യം പറഞ്ഞു. 9 മണിക്ക് മുന്നേ പടത്തിന് കയറാനുള്ളതാണെന്നും പറഞ്ഞു. ദേ ഇപ്പോൾ തന്നെ തുടങ്ങിക്കളയാമെന്നും പറഞ്ഞിട്ട് അലൻ്റെ ഹെയറും കളർ ചെയ്തു. ഞാൻ മുടി വെട്ടുകയും ചെയ്തു. മുടി വെട്ടാൻ അധികം സമയമൊന്നും എടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ ഹെയർ കളറിങ്ങിന് വിചാരിച്ചതിൽ കുറച്ചുകൂടെ സമയമായി. എപ്പോഴും ബ്ലാക്ക് ആണ് ചെയ്യുന്നത്. ഞാൻ ഇത്തവണ ബ്ലാക്ക് സമ്മതിച്ചില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഡാർക്ക് ബ്രൗൺ എങ്കിലും പിടിക്കണം പറഞ്ഞിട്ട് കെഞ്ചി സമ്മതിപ്പിച്ചു. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ താഴത്ത് വന്നിട്ട് ഇത് അവിടുത്തെ മിററിൽ നോക്കിയിട്ട് സെൻറ്റർ പാർട്ടീഷൻ എടുക്കുന്നത് എനിക്ക് നല്ലതാണെന്ന് ആ കുട്ടി പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ആലനോട് ചോദിച്ചതാണ്, സെൻറ്റർ പാർട്ടീഷൻ ആണോ നല്ലത് അതോ സൈഡാണോ എന്ന്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്ക് സെൻറ്ററിൽ നിന്ന് പാർട്ട് ചെയ്യുമ്പോൾ വേറൊരു മുഖം പോലെ തോന്നുന്നു, എൻ്റെ മുഖം അല്ലാത്തതുപോലെ. എന്തായാലും ഇവരൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇന്നിപ്പോൾ സെൻറ്റർ പാർട്ടീഷൻ കിടക്കട്ടെ. ആലൻ്റെ മുടി കഴുകാൻ ഇനിയും സമയമെടുക്കും. ഞങ്ങൾ നേരെ ജാജീസ് ഫുഡ് കോർട്ടിൽ വന്ന് ഇച്ചിരി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് 3 ഷാർജ മേടിച്ചു. 225 രൂപയായി. അത്രയും പ്രതീക്ഷിച്ചില്ല. നമ്മൾ വിചാരിച്ച സമയത്തിന് മൂവിക്ക് എത്താൻ പറ്റിയില്ല. എല്ലാവരും അകത്ത് കയറി 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സിനിമയ്ക്ക് കയറിയത്. പക്ഷേ പടം അടിപൊളിയായിരുന്നു. ആദ്യം മിസ്സായ 15 മിനിറ്റ് ഇനി OTTയിലോ മറ്റോ കാണാം. ഓരോ ഫ്രെയിമും സിനിമാറ്റോഗ്രഫിയും ഒക്കെ അപാരം, ഒരു രക്ഷയില്ല. തിരിച്ചിറങ്ങി ആസ് യൂഷ്വൽ ഈ നേരത്ത് വേറെ എവിടെയും ഫുഡ് കിട്ടില്ല. നമ്മുടെ ചിന്നക്കട റൗണ്ടിലേ കിട്ടത്തുള്ളൂ. സ്ഥിരം നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ വന്ന് ഫുഡ് കഴിച്ചത്. ഞാൻ ഇടിയപ്പവും ചില്ലി ചിക്കനും പറഞ്ഞു. അവർ പൊറോട്ടയും ബീഫ് റോസ്റ്റും മറ്റുമാണ് പറഞ്ഞത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ജ്യൂസ് കുടിക്കാണ്ട് അൽ റയാനിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോകുന്ന വഴി ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, എവിടെ പോയി ഫുഡ് കഴിച്ചാലും ഇവിടെ വന്ന് ജ്യൂസ് കുടിച്ചുകൊണ്ട് പോകുന്നത് ഇപ്പോൾ മറ്റൊരു പതിവായി. ഞാനൊരു ചോക്ലേറ്റ് ഷേക്കാണ് പറഞ്ഞത്. ഹെയർ കട്ടിന് മുമ്പുള്ള 2-3 ഷോർട്സ് വീഡിയോയും കൂടെ വരാനുണ്ട് കേട്ടോ. പക്ഷേ ലോങ് വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് വെനസ്ഡേയിലത്തെയാണ്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് മുടിയിലെ വ്യത്യാസം മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് ഈ ഒരു ഹെയർ കട്ട് വീഡിയോ ഞാൻ 2-3 വീഡിയോസിന് മുന്നായിട്ട് അങ്ങ് പോസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.